സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നിലവിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് യോഗ, ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ്. അതിൽ ഹെൽത്ത് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഇന്ന് ഹെൽത്ത് ഇൻസ്ട്രക്ഷൻസും അതുപോലെ ഹെൽത്ത് സർവീസസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യമായി ഹെൽത്ത് ഇൻസ്ട്രക്ഷൻസ് അഥവാ ആരോഗ്യ നിർദ്ദേശങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. Health instruction is the instructional aspects of school health program. ഒരു സ്കൂളിലെ ഹെൽത്ത് പ്രോഗ്രാം, ആരോഗ്യ പരിപാടികൾ, ആരോഗ്യ പദ്ധതികൾ, അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളെയാണ് ഹെൽത്ത് ഇൻസ്ട്രക്ഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹെൽത്ത് ഇൻസ്ട്രക്ഷൻ ഈസ് എ യൂണിവേഴ്സൽ ടേം. ഹെൽത്ത് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ യൂണിവേഴ്സൽ ടേമാണ്. കാരണം അത് ആരോഗ്യ നിർദ്ദേശം എന്ന് പറയുമ്പോൾ ഒരു സ്കൂളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ഹെൽത്ത് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ദാറ്റ്സ് പെർവാസീവ്. അത് പെർവാസീവാണ്. എല്ലാ മേഖലയിലും എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽത്ത് ഇൻസ്ട്രക്ഷൻസ് വരുന്നുണ്ട്, സ്കൂളിൽ മാത്രമല്ല. സോ ഇവിടെ പറയുന്നത് എന്താണ്? ഹെൽത്ത് ഇൻസ്ട്രക്ഷൻ ഈസ് ദ ഇൻസ്ട്രക്ഷണൽ ആസ്പെക്ട്സ് ഓഫ് സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാം. സ്കൂളിലെ ആരോഗ്യ പദ്ധതി, സ്കൂളിലെ ആരോഗ്യ പരിപാടി, അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളെയാണ് ഹെൽത്ത് ഇൻസ്ട്രക്ഷൻസ് എന്നുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ഓൺ കീ ഹെൽത്ത് ഇഷ്യൂസ് ടു സ്കൂൾ ചിൽഡ്രൻ. സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ്, ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് വിവരങ്ങൾ നൽകുവാൻ എന്ത് ചെയ്യുന്നു? ഹെൽത്ത് ഇൻസ്ട്രക്ഷൻ സഹായിക്കുന്നു. ആരോഗ്യ നിർദ്ദേശങ്ങളിലൂടെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസുമായി ബന്ധപ്പെട്ട്, ഹെൽത്ത് പ്രോബ്ലംസുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസ് അക്വയർ ചെയ്യാൻ പറ്റും. സോ വ്യത്യസ്തമായ അസുഖങ്ങളെക്കുറിച്ചും അസുഖങ്ങൾ വന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചും അസുഖങ്ങളുടെ പരിണിത ഫലം എന്താണ്, ആഫ്റ്റർ എഫക്റ്റ് എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ സ്കൂളിലെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ ഹെൽത്ത് ഇൻസ്ട്രക്ഷൻസ് എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നുണ്ട്. എസ്പെഷ്യലി ദ ചിൽഡ്രൻ ഹു ഈസ് ഇൻ ദെയർ ഫോർമേറ്റീവ് ഇയേഴ്സ്, അല്ലേ? അവരുടെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക്, അല്ലേ? ചെറുപ്രായത്തിലുള്ള കുട്ടികൾക്ക് തന്നെ എന്ത് ചെയ്യുക? വ്യത്യസ്തമായ അസുഖങ്ങളെക്കുറിച്ചും ഹെൽത്ത് പ്രോബ്ലംസിനെ കുറിച്ചും ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ചും അതിൻ്റെ പ്രിവെൻഷനെക്കുറിച്ചും അതിൻ്റെ മാനേജ്മെൻറ്റിനെ കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുവാൻ എന്ത് ചെയ്യുന്നു? ഹെൽത്ത് ഇൻസ്ട്രക്ഷൻസിലൂടെ എന്ത് ചെയ്യുന്നു? സാധിക്കുന്നു. പിന്നീട് പറയുന്നു ഹെൽത്ത് ഇൻസ്ട്രക്ഷൻ ഈസ് എ സോഷ്യൽ സയൻസ്. ഹെൽത്ത് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് സോഷ്യൽ സയൻസാണ്, സാമൂഹ്യശാസ്ത്രമാണ്. ദാറ്റ് കണക്ട് ഇറ്റ് സെൽഫ് ഫ്രം ദി ലിവിങ്, ഇക്കോളജിക്കൽ, സൈക്കോസൊമാറ്റിക്, factual and medical sciences to improve health and prevent diseases, disability, early death, etc. സോ ഹെൽത്ത് ഇൻസ്ട്രക്ഷൻസിലൂടെ എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് ഡിസീസസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും, അസുഖങ്ങളെ തടയുവാൻ സാധിക്കും, അതുപോലെ തന്നെ ഡിസബിലിറ്റിയെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും, വൈകല്യങ്ങളെ കണ്ടെത്തി അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും, ഏർലി ഡെത്ത്, നേരത്തെയുള്ള മരണങ്ങളെ തടയുവാൻ സാധിക്കും. ഇതൊക്കെ എങ്ങനെയാണ് സാധ്യമാക്കുന്നത്? ത്രൂ ദ ഇൻസ്ട്രക്ഷൻസിലൂടെ, നിർദ്ദേശങ്ങളുടെ, ആരോഗ്യ നിർദ്ദേശങ്ങളിലൂടെയാണ് ഇതെല്ലാം എന്ത് ചെയ്യുന്നത്? സാധ്യമാവുന്നത്. ഹെൽത്ത് ഇൻസ്ട്രക്ഷൻ ഈസ് എ ട്രാക്ക് ഓഫ് എഫേർട്ട് ദാറ്റ് ഇൻവോൾവ്സ് ഇൻ ടീച്ചിങ് പീപ്പിൾ അബൌട്ട് വെൽബീയിങ്ങിനെ കുറിച്ച്, ക്ഷേമത്തെക്കുറിച്ച്, ആരോഗ്യപരമായ ഒരു ജീവിതത്തെക്കുറിച്ച് കുട്ടികൾക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രക്രിയയാണ് ഇത് ഹെൽത്ത് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. ആരോഗ്യ നിർദ്ദേശങ്ങളിലൂടെ എന്ത് ചെയ്യുന്നു? ഒരു ഹെൽത്തി വെൽബീയിങ് ആയിട്ട്, ആരോഗ്യപരമായി ക്ഷേമമുള്ള ഒരു രീതിയിൽ എങ്ങനെ ജീവിക്കുവാൻ സാധിക്കുമെന്ന് എന്ത് ചെയ്യുന്നു? ഈ ഹെൽത്ത് ഇൻസ്ട്രക്ഷൻസിലൂടെ എന്ത് ചെയ്യുക? പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് മനസ്സിലാക്കുക. സോ വിവിധ കാര്യങ്ങൾ അവിടെ വരും. സോ ഈ ഹെൽത്ത് ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു വെൽ ബീയിങ്ങിലേക്കാണ് നയിക്കുന്നത്, ഒരു നല്ല രീതിയിലുള്ള ജീവിതത്തിലേക്കാണ്, ക്ഷേമത്തോട് കൂടിയിട്ടുള്ള ജീവിതത്തിലേക്കാണ് നയിക്കുന്നത്, വെൽ ബീയിങ്ങിലേക്കാണ്. സോ അവിടെ എന്ത് ചെയ്യും? ഏതെല്ലാം തരത്തിലുള്ള ആരോഗ്യത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്? ഇൻ ഹെൽത്ത് ഇൻസ്ട്രക്ഷൻ വിച്ച് ഇൻക്ലൂഡ്സ് എൻവയോൺമെൻറ്റൽ ഹെൽത്ത്, എൻ്റെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ആരോഗ്യം, ഫിസിക്കൽ ഹെൽത്ത്, ശാരീരിക ആരോഗ്യം, അതുപോലെ തന്നെ സോഷ്യൽ ഹെൽത്ത്, സാമൂഹിക ആരോഗ്യം, ഇമോഷണൽ ഹെൽത്ത്, വൈകാരികമായ ആരോഗ്യം, ഇൻ്റലക്ച്വൽ ഹെൽത്ത്, ബുദ്ധിപരമായ ആരോഗ്യം, ആൻഡ് സ്പിരിച്വൽ ഹെൽത്ത്, ആത്മീയമായിട്ടുള്ള ആരോഗ്യം. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഹെൽത്തിൻ്റെ ഡിവിഷൻസിന് എന്ത് ചെയ്യുന്നു? ഹെൽത്ത് കോണ്ടെക്സ്റ്റുകൾ എന്ത് ചെയ്യുന്നു? ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ ഹെൽത്ത് പെർസെപ്ഷൻസിന് എന്ത് ചെയ്യുന്നു? ഇവിടെ ഹെൽത്ത് ഇൻസ്ട്രക്ഷൻസിലൂടെ എന്ത് ചെയ്യുന്നു? പഠിപ്പിച്ചു കൊടുക്കുന്നു.
മാത്രമല്ല ആസ് വെൽ ആസ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. സെക്ഷൽ ആയിട്ടുള്ളതും ലൈംഗികപരമായിട്ടുള്ളതും അതുപോലെ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള പുനരുൽപാദനം റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ളതുമായ ഹെൽത്ത് എഡ്യൂക്കേഷനും എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നു. സോ ഹെൽത്ത് ഇൻസ്ട്രക്ഷൻ ഇൻക്ലൂഡ്സ് ഡിഫറെൻറ്റ് മൾട്ടി ഡയമെൻഷൻസ് ഓഫ് ഹെൽത്ത്. ഹെൽത്തിൻ്റെ വ്യത്യസ്തമായ ഡയമെൻഷൻസിനെ കുറിച്ച് എന്ത് ചെയ്യുന്നു, ഹെൽത്ത് ഇൻസ്ട്രക്ഷൻസിലൂടെ എന്ത് ചെയ്യുന്നു, കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുവാൻ, ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുവാൻ എന്ത് ചെയ്യുന്നു, സാധിക്കുന്നു. ഇറ്റ് ഈസ് ദ ഫണ്ടമെൻ്റൽ സ്റ്റെപ്പ് ഇൻ ദ പെർസ്യൂട്ട് ഓഫ് ദി ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ഹെൽത്ത് വാല്യൂസ് ഓഫ് ദി പീപ്പിൾ. ഇതൊരു ഫണ്ടമെൻ്റൽ സ്റ്റെപ്പാണ്. ഹെൽത്ത് ഇൻസ്ട്രക്ഷൻ ഈസ് ദി ഫണ്ടമെൻ്റൽ സ്റ്റെപ്പ്. പ്രാഥമികമായൊരു ഘട്ടം മാത്രമാണ് ഇത്. ഇതിലൂടെ എന്ത് ചെയ്യുന്നു, ഓരോ വ്യക്തിയിലെയും ഹെൽത്ത് വാല്യൂസിനെ, ആരോഗ്യപരമായ മൂല്യങ്ങളെ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണെന്ത് ഈ ഹെൽത്ത് ഇൻസ്ട്രക്ഷൻസിലൂടെ ലക്ഷ്യം വെക്കുന്നത്. പിന്നീട് പറയുന്നു, പ്രധാനമായും ഇത്തരത്തിൽ ഹെൽത്ത് ഇൻസ്ട്രക്ഷനിലൂടെ സാധ്യമാകുന്നത് എന്താണ്? ഇറ്റ് സ്റ്റിമുലേറ്റ് പീപ്പിൾ റെസ്പോൺസീവ്നെസ് ആൻഡ് സ്കിൽസ്. ജനങ്ങളിലെ, വ്യക്തികളിലെ റെസ്പോൺസീവ്നെസ്സിനെയും സ്കിൽസിനെയും സ്റ്റിമുലേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നു. ജനങ്ങളിലെ റെസ്പോൺസീവ്നെസ്സിനെയും സ്കിൽസിനെയും, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സ്കിൽസിനെയും സ്റ്റിമുലേറ്റ് ചെയ്യുവാൻ, പ്രചോദിപ്പിക്കുവാൻ, ഉയർത്തുവാൻ, ഉണർത്തുവാനൊക്കെ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. സ്റ്റിമുലേറ്റ് പീപ്പിൾ റെസ്പോൺസീവ്നെസ് ആൻഡ് സ്കിൽസ്. ഈ ഹെൽത്ത് പ്രോഗ്രാമുകളിലൂടെ, ഹെൽത്ത് ഇൻസ്ട്രക്ഷൻസിലൂടെ അത്തരത്തിൽ എന്ത് ചെയ്യുന്നു, സാധിക്കുന്നു. പിന്നെയോ ഈ ഹെൽത്ത് സ്കിൽ എന്ന് പറയുമ്പോൾ എന്താ? ടു ചലഞ്ച് ദ ചലഞ്ചസ് ഓർ ടു ഹാൻഡിൽ ദ ചലഞ്ചസ്. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യുന്നതിനുള്ള സ്കിൽ എന്ത് ചെയ്യണം, ആളുകളിലേക്ക് ഉണ്ടാകണം. അതാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ഇൻസ്ട്രക്ഷൻസിലൂടെ. പിന്നെയോ ഹെൽത്ത് ഇൻസ്ട്രക്ഷൻ അപ്ലിഫ്റ്റ് ദ സ്റ്റുഡൻസ് കോഗ്നിസൻസ് ഓഫ് ഹെൽത്ത്. ഹെൽത്ത് എഡ്യൂക്കേഷൻ അപ്ലിഫ്റ്റ്, ഉയർത്തുന്നു സ്റ്റുഡൻസ് കോഗ്നിസൻസ് ഓഫ് ഹെൽത്ത്. ഹെൽത്തുമായി ബന്ധപ്പെട്ട കുട്ടികളുടെ ഒരു അവയർനെസ്സിനെയൊക്കെ എന്ത് ചെയ്യുക, ഉയർത്തുവാൻ എന്ത് ചെയ്യുന്നു, കുട്ടികളുടെ അവയർനെസ്, ഹെൽത്തിനെ കുറിച്ചുള്ള അവയർനെസ്സിനെ, അവബോധത്തെ, അറിവിനെ ഉയർത്തുവാൻ എന്ത് ചെയ്യുന്നു, ഹെൽത്ത് ഇൻസ്ട്രക്ഷൻസിലൂടെ സഹായിക്കുന്നു. പിന്നെയോ ഇറ്റ് ഇൻസ്പയർസ് ദ യങ്സ്റ്റേഴ്സ് ടു ഇൻക്രീസ് ആൻഡ് ഇംപ്രൂവ് ദെയർ വെൽ ബീയിങ്. ഇതെന്ത് ചെയ്യുന്നു, ഇൻസ്പയർ ചെയ്യിക്കുന്നു യങ്സ്റ്റേഴ്സിനെ, യുവാക്കളെ ഇൻസ്പയർ ചെയ്യിക്കുന്നു ഹെൽത്ത് ഇൻസ്ട്രക്ഷൻസ്. എന്തിന്? ടു ഇൻക്രീസ് ആൻഡ് ഇംപ്രൂവ് ദെയർ വെൽ ബീയിങ്. ഒരു വ്യക്തിയുടെ വെൽ ബീയിങ്ങിനെ ഇംപ്രൂവ് ചെയ്യുവാൻ, ഇൻക്രീസ് ചെയ്യുവാനൊക്കെ എന്ത് ചെയ്യുന്നു, യങ്സ്റ്റേഴ്സിനെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. യുവാക്കളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ഹെൽത്ത് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള ഹെൽത്ത് ഇൻസ്ട്രക്ഷൻസിലൂടെ എന്ത് ചെയ്യും, യങ്സ്റ്റേഴ്സ് അവരുടെ ബാഡ് ഹാബിറ്റ്സിനെ റിമൂവ് ചെയ്യുകയും ഗുഡ് ഹാബിറ്റ്സിനെ സെലക്ട് ചെയ്യുകയും ഗുഡ് ഹെൽത്ത് ബിഹേവിയർ എന്ത് ചെയ്യുന്നു, അവർ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു, നല്ല ഒരു ബോഡി, നല്ല ഒരു ഹെൽത്തിയർ ആയിട്ടുള്ള ലൈഫ്, ഒരു വെൽ ബീയിങ് അവർക്ക് ലഭിക്കുന്നു. പിന്നെയോ ഹെൽത്ത് ഇൻസ്ട്രക്ഷൻ ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ്. ജീവിതത്തിൻ്റെ മൂല്യം, ജീവിതത്തിൻ്റെ നിലവാരമൊക്കെ വളർത്തുവാൻ എന്ത് ചെയ്യുന്നു, സാധിക്കുന്നു. നല്ല ആരോഗ്യമുള്ള ഒരാൾക്ക് നല്ലൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടാവും. നല്ല മൂല്യമുള്ള ഒരു ജീവിതം അയാൾക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കും. സോ ത്രൂ ഹെൽത്ത് ഇൻസ്ട്രക്ഷൻ എ പേഴ്സൺ ക്യാൻ ഇംപ്രൂവ് ഹിസ് ക്വാളിറ്റി ഓഫ് ലൈഫ്. ആ വ്യക്തിയുടെ ക്വാളിറ്റി, ജീവിതത്തിൻ്റെ നിലവാരം, ഗുണം ഉയർത്തുവാൻ എന്ത് ചെയ്യുന്നു, സാധിക്കുന്നു. പിന്നെയോ ഇറ്റ് ഓൾസോ ഡിക്രീസസ് ഏർലി ഡെത്ത്. നേരത്തെയുള്ള മരണങ്ങളെ കുറയ്ക്കുവാൻ ഇത് സഹായിക്കുന്നുണ്ട്. വ്യത്യസ്തമായ ഈ പറയുന്ന ഹെൽത്ത് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ദ എഡ്യൂക്കേഷൻ, ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. സോ ദ പീപ്പിൾ അവെയർ അബൌട്ട് ഡിഫറെൻറ്റ് ഡിസീസസ്, പ്രിവെൻഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. സോ വ്യത്യസ്തമായിട്ടുള്ള അസുഖങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രിവെൻഷനെക്കുറിച്ചും അതിൻ്റെ മാനേജ്മെൻറ്റിനെ കുറിച്ചും ആൾക്കാർക്ക് അറിയാൻ പറ്റും ഹെൽത്ത് ഇൻസ്ട്രക്ഷൻസിലൂടെ. മാത്രമല്ല ഗുഡ് ഹെൽത്തിയർ ഹാബിറ്റ്സ് ഏതാണ്, ഗുഡ് ബിഹേവിയർ, ഹെൽത്തിയർ ബിഹേവിയർ ഏതാണെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അതനുസരിച്ച് ഒരാൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും, ഏർലിയർ ഡെത്ത്സിനെ എന്ത് ചെയ്യുക, ഒഴിവാക്കാൻ സാധിക്കും. നേരത്തെയുള്ള മരണങ്ങളെ എന്ത് ചെയ്യുക, തടയുവാൻ സാധിക്കും. പ്രിമച്വർ ഡെത്ത്, അകാല മരണങ്ങളെ എന്ത് ചെയ്യാം, ഒഴിവാക്കുവാൻ സാധിക്കും. ഇങ്ങനെ വാക്സിനേഷനിലൂടെ, കൃത്യമായ ട്രീറ്റ്മെൻറ്റിലൂടെയൊക്കെ എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള പ്രിമച്വർ ഡെത്തിനെ എന്ത് ചെയ്യാം, മറികടക്കുവാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഡിക്രീസിങ് ദി പ്രിമച്വർ ഡെത്ത് ഓർ ഏർലി ഡെത്ത്, നേരത്തെയുള്ള മരണങ്ങളെ എന്ത് ചെയ്യാം, കുറയ്ക്കുവാൻ സാധിക്കും. പിന്നെ പറയുന്നത് എന്താ, ഇൻസ്റ്റൻസസ്
ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ്, ഏതെല്ലാം രീതിയിലാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആക്ടിവിറ്റീസ് ഇൻകൾക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ലെക്ചേഴ്സ് അല്ലേ, ക്ലാസ്സുകളിലൂടെ ഹെൽത്ത് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം. കോഴ്സസ്, ഹെൽത്ത് എഡ്യൂക്കേഷണൽ പ്രോഗ്രാം അല്ലെങ്കിൽ കോഴ്സുകളിലൂടെ കൊടുക്കാം. അതുപോലെ സെമിനാർസിലൂടെ കൊടുക്കാം. വെബിനാർസ്, വെബ് ബേസ്ഡ് ആയിട്ടുള്ള സെമിനാറുകളിലൂടെ കൊടുക്കാം. വർക്ക്ഷോപ്സിലൂടെ കൊടുക്കാം. കണ്ടിന്യൂസ് ആയിട്ടുള്ള വർക്ക്ഷോപ്പുകളിലൂടെ കൊടുക്കാം. ക്ലാസ്സുകളിലൂടെ കൊടുക്കാം. ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് ഹെൽത്ത് ഇൻസ്ട്രക്ഷൻസ് എന്ത് ചെയ്യാം? പ്രൊവൈഡ് ചെയ്യുവാൻ സാധിക്കുന്നു. ഹെൽത്ത് ഇൻസ്ട്രക്ഷൻസ് minimizes both human and financial cost. The government can implement health education using technology. നമുക്കറിയാം, ഗവൺമെൻറ്റുകൾക്ക് എന്ത് ചെയ്യാം? ഹെൽത്ത് എഡ്യൂക്കേഷൻ, ആരോഗ്യ വിദ്യാഭ്യാസത്തെ നടപ്പിലാക്കുന്നതിന് വേണ്ടി എന്തുപയോഗിക്കാം? ടെക്നോളജി, സാങ്കേതിക വിദ്യകളെ ഉപയോഗിക്കുവാൻ സാധിക്കും. പ്രോഗ്രാംസ് ഓൺ സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രോഗ്രാമുകൾ ആർ ക്രൂഷ്യൽ ഇൻ പർട്ടിക്കുലർ ഫോർ കണക്റ്റിംഗ് വിത്ത് ഇൻഡിവിജ്വൽസ്. ജനങ്ങളുമായി കണക്ട് ചെയ്യുന്നതിന് എന്ത് ചെയ്യുക? സോഷ്യൽ മീഡിയയിലുള്ള പ്രോഗ്രാമുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ദ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഇൻ അഡീഷൻ ടു ദ ആക്ച്വൽ പ്രസൻസ് ഓഫ് സ്പെഷ്യലിസ്റ്റ് അറ്റ് സെമിനാർ, വർക്ക്ഷോപ്സ് ആൻഡ് ലെക്ചേഴ്സ്. സെമിനാറിനും വർക്ക്ഷോപ്പിനും ലെക്ചേഴ്സിനും ഒക്കെ പുറമെ എന്ത് ചെയ്യണം? നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ എന്ത് ചെയ്യണം? ഹെൽത്ത് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. ഇറ്റ് മേ ടേക്ക് ദ ഫോം ഓഫ് ഫിലിംസ്, പോസ്റ്റേഴ്സ്, പ്ലക്കാർഡ്സ് ഫോർ സിമ്പിൾ പെർസെപ്ഷൻ. Writing articles for health websites can be necessary. അല്ലേ, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകളിൽ ആർട്ടിക്കിളുകൾ എഴുതി കൊടുക്കുക എന്നുള്ളതും എന്താണ്? ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അതിലൂടെയും ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യാം? സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലേക്കും ഒക്കെ എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുവാനൊക്കെ സാധിക്കുന്നുണ്ട്. സോ ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് ടെക്നോളജി യൂസ് ചെയ്യാം. അതിൻ്റെ ഭാഗമായിട്ട് ഇൻ്റർനെറ്റിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകളിലൂടെ, ബ്ലോഗുകളിലൂടെ അല്ലേ, വീഡിയോ ബ്ലോഗുകളിലൂടെ, അതുപോലെ ബ്ലോഗുകളിലൂടെ ഒക്കെ എന്ത് ചെയ്യാൻ സാധിക്കും? ഇത്തരത്തിൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുവാൻ സാധിക്കും. സോ വ്യത്യസ്തമായിട്ടുള്ള ടെക്നോളജി മീഡിയാസ് ഉപയോഗിക്കുവാൻ സാധിക്കും. ഇൻ കൺക്ലൂഷൻ, health education is an important aspect of well-being, offering enormous advantages to both the person and the community. The benefits of being in good health are numerous. The government needs to spend more money on health education for the populace. എന്ത് ചെയ്യണം? ഇവിടെ നമുക്കറിയാം, ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ വെൽബീയിങ്ങിന്, ഒരാളുടെ നല്ല ജീവിതത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഒരു വ്യക്തിക്കും സമൂഹത്തിനും അത് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഗുണങ്ങൾ വളരെ വളരെ പതിമടങ്ങാണ് എന്ത് ചെയ്യുക? നല്ലൊരു ഹെൽത്ത്, നല്ലൊരു ആരോഗ്യം ഉണ്ടാകുന്നതിനുള്ള ഗുണങ്ങളെന്ന് പറയുന്നത്. ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു? ഒരുപാട് പണം, ദ ഗവൺമെൻറ് നീഡ്സ് ടു സ്പെൻഡ് മോർ മണി. എന്ത് ചെയ്യണം? ഗവൺമെൻറ് ഒരുപാട് പൈസ ചിലവാക്കേണ്ടത് ആവശ്യമാണ്. എന്തിനു വേണ്ടിയിട്ട്? ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, ആരോഗ്യ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്. ഫോർ ദി പോപ്പുലേസ്, ഇതിനെ പ്രചാരത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്. ദ ജനറൽ പോപ്പുലേഷൻ ഷുഡ് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ട്രെയിനിങ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഹെൽത്ത് ടു ഇംപ്രൂവ് ദെയർ നോളജ് ആൻഡ് സ്കിൽസ്. പൊതുജനങ്ങൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടുള്ള ട്രെയിനിങ് ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്യുകയും അതിലൂടെ സ്കിൽസും നോളജും ഒക്കെ അവരെന്ത് ചെയ്യണം? ഇംപ്രൂവ് ചെയ്യുകയും വേണം എന്നാണ് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. സോ ഹെൽത്ത് ഇൻസ്ട്രക്ഷൻസിലൂടെ എന്ത് ചെയ്യുക? ഹ്യൂമൻ ആൻഡ് ഫൈനാൻഷ്യൽ കോസ്റ്റുകളെ ഒരു പരിധി വരെ എന്ത് ചെയ്യുക? നമുക്ക് കുറക്കുവാൻ സാധിക്കുന്നു. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഹെൽത്ത് സർവീസസിനെ കുറിച്ചാണ്. ആരോഗ്യ സേവനങ്ങൾ നമുക്ക് ലഭ്യമാവുന്ന എവിടെ നിന്നാണ്? ഹോസ്പിറ്റൽസിൽ നിന്നാണ്, അല്ലേ? ഹോസ്പിറ്റൽസിൽ നിന്നാണ്. സോ ആശുപത്രികൾ. സോ ഹെൽത്ത് സർവീസസ് എന്ന് പറയുമ്പോൾ അത് പ്രധാനമായും നമുക്ക് ലഭ്യമാകുന്ന ഇടമെന്ന് പറയുന്ന ആശുപത്രികളാണ്, ഹോസ്പിറ്റൽസാണ്. നമുക്ക് നോക്കാം. ഇന്ത്യ ഹാസ് എ മിക്സഡ് ഹെൽത്ത് കെയർ സിസ്റ്റം. ഇന്ത്യയിൽ ഒരു മിശ്രിതമായിട്ടുള്ള അല്ലെങ്കിൽ മിക്സഡ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ സിസ്റ്റമാണ്, ആരോഗ്യ സംവിധാനമാണ് നിലവിലുള്ളത്. കോംപ്രഹെൻസീവ് ഓഫ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഹെൽത്ത് കെയർ സർവീസ് പ്രൊവൈഡേഴ്സ്. ഒരേപോലെ എന്ത് ചെയ്യുന്നു? പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അതായത് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള ആരോഗ്യ സ്ഥാപനങ്ങളും അതുപോലെ സ്വകാര്യ ആശുപത്രികളും, ഇവ രണ്ടും കൂടിച്ചേരുന്ന ഒരു മിശ്രിതമായിട്ടുള്ള ആരോഗ്യ വ്യവസ്ഥയാണ്, ആരോഗ്യ സംവിധാനമാണ് ഇന്ത്യയിൽ നിലവിലുള്ളത്. Most of the private healthcare providers are concentrated in urban area. ഭൂരിഭാഗം സ്വകാര്യ
ആരോഗ്യ പ്രൊവൈഡേഴ്സ് അല്ലെങ്കിൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ആശുപത്രികൾ, സ്ഥാപനങ്ങൾ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന എവിടെയാണ്? അത് പട്ടണങ്ങളിലാണ്. പ്രധാനമായും സ്വകാര്യ ആശുപത്രികൾ, സ്വകാര്യ മേഖലയിലെ ആരോഗ്യ സ്ഥാപനങ്ങളെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്, കേന്ദ്രീകരിച്ചിരിക്കുന്നത് അർബൺ ഏരിയാസിലാണ്, പട്ടണങ്ങളിലാണ്. പബ്ലിക് ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ ഇൻ റൂറൽ ഏരിയാസ് ഹാസ് ബീൻ ഡെവലപ്ഡ്. ഗ്രാമീണ മേഖലയിലുള്ള പൊതുമേഖല ആരോഗ്യ സ്ഥാപനങ്ങൾ, ആരോഗ്യ സംവിധാനങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് വികസനങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു, ഉണ്ടായിരിക്കുന്നു എന്ന് പറയും. പ്രധാനമായിട്ടും ഇന്ത്യയിലെ പബ്ലിക് ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട്, ഇന്ത്യയിലെ പൊതുമേഖല ആരോഗ്യ സംവിധാനവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അവിടെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥാപനങ്ങളാണ് നിലവിലുള്ളത്. ആദ്യമായി പറയുന്നത് സബ് സെൻറ്റേഴ്സാണ്. സബ് സെൻറ്റേഴ്സ് ഇന്ത്യൻ പബ്ലിക് ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചറിൽ പറയുന്ന ഒന്നാണ് സബ് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. സബ് സെൻറ്റേഴ്സ് പ്രൊവൈഡ് ബേസിക് മെഡിക്കൽ കെയർ ആൻഡ് പബ്ലിക് ഹെൽത്ത് സർവീസസ് ടു റൂറൽ ഏരിയ. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് അടിസ്ഥാന ആരോഗ്യ സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സബ് സെൻറ്റേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പിന്നീട് വരുന്നതാണ് പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ്, PHC, പ്രൈമറി ഹെൽത്ത് സെൻറ്റർ സെർവ് ആസ് ലാർജർ ഹെൽത്ത് ക്ലിനിക്സ് ഇൻ മോർ ഡെവലപ്ഡ് റൂറൽ ഏരിയാസ്. ഒരു ലാർജർ ഹെൽത്ത് ക്ലിനിക്സ് ആയിട്ട് എന്ത് ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു. പ്രധാനമായിട്ടും ഡെവലപ്ഡ് റൂറൽ ഏരിയാസിൽ തന്നെയാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സാണ് ഇത്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രമെന്ന് മലയാളത്തിൽ പറയും. പിന്നീട് വരുന്നതാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സ് അഥവാ CHC. ആക്സെപ്റ്റ് പേഷ്യൻസ് റെഫേർഡ് ഫ്രം PHCs ആൻഡ് സെർവ് എ ലാർജർ പോപ്പുലേഷൻ. PHCകളിൽ നിന്നും, അതായത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും റെഫർ ചെയ്യപ്പെടുന്ന പേഷ്യൻസിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഇത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ എന്ന് പറയുന്നത്. മാത്രമല്ല സെർവ്സ് എ ലാർജർ പോപ്പുലേഷൻ. ഒരു വലിയ ഭൂരിഭാഗം ആളുകൾക്ക്, ഒരു വലിയ കൂട്ടം ജനങ്ങൾക്ക് ആരോഗ്യ സേവനങ്ങൾ നൽകുവാൻ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിലൂടെ സാധിക്കുന്നു. പിന്നെയോ സബ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് ഓർ താലൂക്ക് ഹോസ്പിറ്റൽ. സബ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ താലൂക്ക് ഹോസ്പിറ്റൽസ് CHCക്ക് തൊട്ട് മുകളിലുള്ളതാണ്. ലൊക്കേറ്റഡ് ഇൻ സബ് ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് പ്രൊവൈഡിങ് സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ സർവീസസ്. സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റൽസ് ആണ് ഇത് സബ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ താലൂക്ക് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. അതുപോലെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്, ജില്ലാ ആശുപത്രികൾ. ഫൈനൽ റെഫറൽ സെൻറ്റേഴ്സ്, ഫൈനൽ റെഫറൽ സെൻറ്ററുകളായിട്ട് പ്രവർത്തിക്കുന്നു. ഫോർ പ്രൈമറി ആൻഡ് സെക്കൻഡറി ലെവൽസ് ഓഫ് പബ്ലിക് ഹെൽത്ത് സിസ്റ്റം. പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തിലെ പ്രൈമറി സെക്കൻഡറി ലെവലിൻ്റെ ഫസ്റ്റ് ഫൈനൽ റെഫറൽ സെൻ്ററാണ് ഇത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ അഥവാ ജില്ലാ ആശുപത്രികൾ എന്ന് പറയുന്നു. അതിന് മുകളിലാണ് ഇത് മെഡിക്കൽ കോളേജസ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇതിന് മുകളിലായിട്ടുള്ള ഹെൽത്ത് സിസ്റ്റംസിലെ, ഹെൽത്ത് സർവീസസ് സിസ്റ്റത്തിലെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇത് മെഡിക്കൽ കോളേജസ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മെഡിക്കൽ കോളേജുകളും അതുപോലെ മെഡിക്കൽ രംഗത്തെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഗവേഷക സ്ഥാപനങ്ങൾ, ഗവേഷണ സ്ഥാപനങ്ങളും. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. അതിന് ഉദാഹരണമാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, റീജിയണൽ ക്യാൻസർ സെൻറ്റേഴ്സ്. ഓക്കെ. The public health care system faces challenges like inadequate funding, low quality of care, corruption, overcrowding and poor cooperation between public and private spheres. വ്യത്യസ്തമായ പ്രയാസങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിലെ പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റം ചലഞ്ച് ചെയ്യുന്നുണ്ട്, ഫേസ് ചെയ്യുന്നുണ്ട്. എന്താണ്? ആവശ്യത്തിന് ഫണ്ടില്ലാത്തത്, കെയറിങ്ങിലെ ക്വാളിറ്റിയിലെ കുറവ്, അഴിമതി, ഓവർ ക്രൗഡിങ്, പബ്ലിക് പ്രൈവറ്റ് സെക്ടേഴ്സ് തമ്മിലുള്ള പുവർ കോപ്പറേഷൻ. ഇതൊക്കെ എന്താണ് ഇതിന് ഉദാഹരണമായി പറയുന്നുണ്ട്. ഇനി ഓരോന്നും വിശദമായി നമുക്ക് നോക്കാം. ഹെൽത്ത് സർവീസസിലെ സബ് സെൻറ്റേഴ്സ് എന്ന് പറയുന്നതിനെ കുറിച്ച് വിശദമായി നമുക്ക് ഡിസ്കസ് ചെയ്യാം. സബ് സെൻറ്റേഴ്സ് ആർ എ ക്രൂഷ്യൽ പാർട്ട് ഓഫ് ഇന്ത്യൻ പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റം. ഇന്ത്യയിലെ പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഇത് സബ് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പെർട്ടിക്കുലർലി ഇൻ റൂറൽ ഏരിയ. ഇത് പ്രധാനമായിട്ടും ഗ്രാമീണ മേഖലകളിലാണ് ഉള്ളത്. സബ് സെൻറ്റേഴ്സ് ആർ ലൊക്കേറ്റഡ് ഇൻ റൂറൽ ഏരിയാസ്. സോ സബ് സെൻറ്റേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് എങ്ങനെയാണ്? സബ് സെൻറ്റേഴ്സ് ആർ ലൊക്കേറ്റഡ് ഇൻ എക്സ്ട്രീംലി റൂറൽ ഏരിയാസ്
കവറിംഗ് പോപ്പുലേഷൻ ഓഫ് 5,000 പീപ്പിൾ. അല്ലേ, 5000-ഓളം ജനസംഖ്യയുള്ള ഗ്രാമീണ പ്രദേശങ്ങളിലാണ് സബ് സെൻറ്റേഴ്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അത് 3000 വരെ ആവും എങ്ങനെ റിമോട്ട് ഓർ ഹില്ലി ഏരിയാസ് ആണെങ്കിൽ. പിന്നെയോ ഈച്ച് സബ് സെൻറ്റർ ഈസ് മാൻഡേറ്റഡ് ടു ഹാവ് അറ്റ്ലീസ്റ്റ് 2 ഹെൽത്ത് വർക്കേഴ്സ്. ഏറ്റവും ചുരുങ്ങിയത് 2 ആരോഗ്യ പ്രവർത്തകരെങ്കിലും ഒരു സബ് സെൻറ്റേഴ്സിൽ ഉണ്ടായിരിക്കണം, ഒരു പുരുഷനും ഒരു സ്ത്രീയും. ഇതിൻ്റെ ഫണ്ടിങ് എങ്ങനെയാണ്? സബ് സെൻറ്റേഴ്സ് ആർ ഫുള്ളി ഫണ്ടഡ് ബൈ നാഷണൽ ഗവൺമെൻറ്. ദേശീയ ഗവൺമെൻറ് ആണ് എന്ത് ചെയ്യുന്നത്, സെൻട്രൽ ഗവൺമെൻറ് ആണ് എന്ത് ചെയ്യുന്നത്, സബ് സെൻറ്റേഴ്സിന് വേണ്ടിയുള്ള മുഴുവൻ പണവും മുടക്കുന്നത്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, ലക്ഷ്യം എന്താണ്? അപ്പാർട്ട് ഫ്രം പ്രൊവൈഡിങ് ബേസിക് ഹെൽത്ത് കെയർ സർവീസസ്, സബ് സെൻറ്റേഴ്സ് ഓൾസോ ഫോക്കസ് ഓൺ എഡ്യൂക്കേറ്റിംഗ് റൂറൽ പീപ്പിൾ അബൌട്ട് ഹെൽത്തി ഹാബിറ്റ്സ് ആൻഡ് പ്രിവെൻറ്റീവ് മെഷേഴ്സ്. ഗ്രാമീണ മേഖലയിലെ ആളുകൾക്ക് അടിസ്ഥാനപരമായ ആരോഗ്യ സേവനങ്ങൾ നൽകുക എന്നതിന് പുറമെ ഗ്രാമീണ മേഖലയിലുള്ള ആളുകൾക്ക് ആരോഗ്യശീലത്തെക്കുറിച്ചും പ്രിവെൻറ്റീവ് മെഷേഴ്സിനെ കുറിച്ചും വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതും സബ് സെൻറ്റേഴ്സിൻ്റെ ലക്ഷ്യമാണ്. പിന്നീട് പറയുന്ന റെഫറൽസ് ആണ്. പേഷ്യൻ്റ് ഫ്രം സബ് സെൻറ്റേഴ്സ് ക്യാൻ ബി റെഫേർഡ് ടു പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് ഫോർ മോർ കോംപ്ലക്സ് കേസസ്. എന്തെങ്കിലും സങ്കീർണമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന രോഗികൾ സബ് സെൻറ്റേഴ്സിലെത്തിയാൽ അവരെ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സിലേക്ക് PHCകളിലേക്കാണ് എന്ത് ചെയ്യുന്നത്, റെഫർ ചെയ്യപ്പെടുന്നത്. സോ ഇതാണ് സബ് സെൻറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഓർത്തു വെക്കേണ്ടത്. സബ് സെൻറ്റേഴ്സ് ഇസ് എ ക്രൂഷ്യൽ പാർട്ട് ഓഫ് ഇന്ത്യൻ പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റം. ഇറ്റ് ഈസ് ദ ബേസ്. അടിസ്ഥാനം സബ് സെൻറ്റേഴ്സ് ആണെന്നുള്ള ഓർത്തു വെക്കുക. പിന്നീട് വരുന്നതാണ് PHCs അഥവാ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ്, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് പബ്ലിക് ഹെൽത്ത് സെൻറ്റർ, പൊതുജന ആരോഗ്യ കേന്ദ്രം എന്നൊക്കെ നമ്മൾ ഇതിനെ വിളിക്കാറുണ്ട്, പൊതുജന ആരോഗ്യ കേന്ദ്രം. ഇറ്റ് ഈസ് ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ ദി സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് ഇത് ഓൺ ചെയ്യുന്നതും ഓപ്പറേറ്റ് ചെയ്യുന്നതും. ലൊക്കേറ്റഡ് ഇൻ റൂറൽ ആൻഡ് അർബൻ ഏരിയാസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും എന്ത് ചെയ്യുന്നു, ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു. ടിപ്പിക്കലി സിംഗിൾ ഫിസിഷ്യൻ ക്ലിനിക് വിത്ത് ഫെസിലിറ്റീസ് ഫോർ മൈനർ സർജറി. മൈനർ സർജറിക്ക് ആവശ്യമായ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു സിംഗിൾ ഫിസിഷ്യൻ ക്ലിനിക്കാണ് സാധാരണയായി PHC ഉണ്ടാവുക. അതായത് ഒരു ഡോക്ടറെ അവിടെ ഉണ്ടാവുകയുള്ളൂ. പിന്നെയോ പാർട്ട് ഓഫ് ദി ഗവൺമെൻറ് ഫണ്ടഡ് പബ്ലിക് ഹെൽത്ത് സിസ്റ്റം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പബ്ലിക് ഫണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗവൺമെൻറ് ഫണ്ടഡ് ആയിട്ടുള്ള പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തിൻ്റെ, പൊതുജന ആരോഗ്യ സംവിധാനത്തിൻ്റെ ഭാഗമാണേത്, ഈ പറയുന്ന PHCകൾ. ഓക്കെ, 30,045 PHCs ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നു, 2019 കണക്ക് പ്രകാരം 30,045 PHCകൾ നിലവിലുണ്ട്. ഇറ്റ് പ്രൊവൈഡ്സ് എ റേഞ്ച് ഓഫ് മെഡിക്കൽ സർവീസസ്. വ്യത്യസ്തമായിട്ടുള്ള ആരോഗ്യ സേവനങ്ങളാണ് പബ്ലിക് ഹെൽത്ത് സർവീസുകൾ, പൊതുജന ആരോഗ്യ കേന്ദ്രങ്ങൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ നൽകുന്നത്. ഒന്ന് മെഡിക്കൽ കെയർ, മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് സർവീസസ്, ഫാമിലി പ്ലാനിംഗ്, സേഫ് വാട്ടർ സപ്ലൈ ആൻഡ് ബേസിക് സാനിറ്റേഷൻ, പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ലോക്കലി എൻഡമിക് ഡിസീസസ്, കളക്ഷൻ ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് വേരിയസ് vital statistics, education about health, national health programs, referral services, training of health guides and workers, basic laboratory service. ഇങ്ങനെ വ്യത്യസ്തമായ സേവനങ്ങൾ. മെഡിക്കൽ കെയർ നൽകുന്നുണ്ട്, അതുപോലെ മെറ്റേണൽ കെയർ നൽകുന്നുണ്ട്, കുട്ടികൾക്കും അതുപോലെ ഗർഭിണികൾക്കും അതുപോലെ പ്രസവിച്ച കുട്ടികൾക്കുമുള്ള സേവനങ്ങൾ നൽകുന്നുണ്ട്. കുടുംബാരോഗ്യവുമായി ബന്ധപ്പെട്ട, കുടുംബാസൂത്രണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, അത്തരത്തിലുള്ള സേവനങ്ങൾ നൽകുന്നുണ്ട്. അതുപോലെ ശുദ്ധമായ വെള്ളം, അതുപോലെ ബേസിക് സാനിറ്റേഷൻ നൽകുന്നുണ്ട്. അതുപോലെ ലോക്കലി, പ്രാദേശികമായി പൊട്ടിപ്പുറപ്പെടുന്ന അസുഖങ്ങളെ എന്ത് ചെയ്യുക, തടയുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഹെൽത്തിനെ കുറിച്ചുള്ള, ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസങ്ങൾ നൽകുന്നുണ്ട്. നാഷണൽ ഹെൽത്ത്, ദേശീയ ആരോഗ്യ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. പോളിയോ പോലെയുള്ള പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമായി നടപ്പിലാക്കുന്നു. അതുപോലെ റെഫറൽ സർവീസുകൾ, അതായത് PHCകളിൽ നിന്നും ഉയർന്ന ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള CHCയിലേക്ക് എന്ത് ചെയ്യുന്നു, റെഫറൽ സേവനങ്ങൾ നൽകുന്നുണ്ട്. അതുപോലെ ബേസിക് അടിസ്ഥാനപരമായ ലബോറട്ടറി സർവീസുകൾ, അടിസ്ഥാനപരമായ ലബോറട്ടറി സേവനങ്ങൾ എന്ത് ചെയ്യുന്നു, നൽകുന്നുണ്ട്. ഇതെല്ലാം പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് നൽകുന്നതാണ്. അടുത്തതാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്.
located in urban areas with 1,20,000 people or rural areas with 80,000 people. 1,20,000 അധികം ആളുകൾ അല്ലെങ്കിൽ 1,20,000 ആളുകളുള്ള ഒരു പട്ടണ പ്രദേശത്തോ അല്ലെങ്കിൽ 80,000 ആളുകളുള്ള ഒരു ഗ്രാമപ്രദേശത്തോ ആണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഫണ്ടഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഇതിനു വേണ്ടിയുള്ള ഫണ്ട് കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നത് നൽകുന്നത്. ഇറ്റ് ആക്സെപ്റ്റ് ദ പേഷ്യൻ്റ് റെഫേർഡ് ഫ്രം പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും റെഫർ ചെയ്യപ്പെട്ടിട്ടുള്ള രോഗികളെ, പേഷ്യൻസിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന എവിടെയാണ്? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സിലാണ്. ഇറ്റ് ഈസ് ഓൾസോ ഫസ്റ്റ് റെഫറൽ യൂണിറ്റ്സ് ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്? പരിഗണിക്കുന്നുണ്ട്. It requires to have obstetric care, newborn child care, blood storage capacity, 24/7 services. ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒബ്സ്റ്റെട്രിക് കെയർ, അതുപോലെ ന്യൂബോൺ ചൈൽഡ് കെയർ, അതായത് ചെറിയ ജനിച്ച കുട്ടികൾക്കുള്ള കെയറിങ്ങിന് വേണ്ട, ചൈൽഡ് കെയറിങ്ങിന് വേണ്ട സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം. ബ്ലഡ് സ്റ്റോറേജ് കപ്പാസിറ്റി, ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനുള്ള ബ്ലഡ് ബാങ്ക് ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ 24/7 24 മണിക്കൂറും സേവനം എന്ത് ചെയ്യണം? ഒരു CHC നൽകിയിരിക്കണം. പേഷ്യൻ്റ് ക്യാൻ ട്രാൻസ്ഫർ ടു ജനറൽ ഹോസ്പിറ്റൽസ് ഫോർ ഫർദർ ട്രീറ്റ്മെൻറ്റ്. CHCകളിൽ നിന്ന് എന്ത് ചെയ്യാം? പേഷ്യൻസിനെ ജനറൽ ഹോസ്പിറ്റലുകളിലേക്ക് എന്ത് ചെയ്യാം? ട്രാൻസ്ഫർ ചെയ്യാം. പിന്നെ പ്രൊവൈഡ് മോർ സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ സർവീസസ് ദാൻ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ. പ്രൈമറി ഹെൽത്ത് സെൻറ്ററിനേക്കാളും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുവാൻ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിനെ കൊണ്ട് സാധിക്കും. അതുപോലെ ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ PHC ആൻഡ് ഹയർ ലെവൽ ഹോസ്പിറ്റൽ. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അഥവാ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സിൻ്റെയും ഹൈ ലെവൽ ഹോസ്പിറ്റൽ, ഉയർന്ന തലത്തിലുള്ള ഹോസ്പിറ്റലിൻ്റെയും ഒരു ഇടയിലുള്ള കണ്ണിയായിട്ട് പ്രവർത്തിക്കാൻ എന്ത് ചെയ്യുന്നു? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററുകൾക്ക് എന്ത് ചെയ്യുന്നു? സാധിക്കുന്നു. ഫസ്റ്റ് റെഫറൽ യൂണിറ്റ്സ്. ആൻ എക്സിസ്റ്റിംഗ് ഫെസിലിറ്റി, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, സബ് ഡിവിഷണൽ ഹോസ്പിറ്റൽ, CHC can be declared as fully operational first referral unit only if it is occupied to provide round-the-clock services for emergency obstetric and newborn care in addition to all emergencies that any hospital is required to provide. ഒരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിനെ, ഒരു ജില്ലാ ആശുപത്രിയെ, അതുപോലെ ഒരു സബ് ഡിവിഷണൽ ഹോസ്പിറ്റൽ അഥവാ താലൂക്ക് ഹോസ്പിറ്റൽ, അതുപോലെ ഒരു CHC അഥവാ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ, ഇവയെല്ലാം എന്ത് ചെയ്യാം? നമുക്ക് ഫസ്റ്റ് റെഫറൽ യൂണിറ്റുകളായിട്ട് ഡിക്ലെയർ ചെയ്യാൻ സാധിക്കും. വി ക്യാൻ ഡിക്ലെയർ ദി ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, താലൂക്ക് ഹോസ്പിറ്റൽ ആൻഡ് CHCs ആസ് ഫസ്റ്റ് റെഫറൽ യൂണിറ്റ് ഓൺലി ഇഫ്, എങ്ങനെയാണെങ്കിൽ മാത്രമേ അവരെ ഫസ്റ്റ് റെഫറൽ യൂണിറ്റ് ആയിട്ട് പ്രഖ്യാപിക്കാൻ സാധിക്കുള്ളൂ. ഇഫ് ഇറ്റ് ഈസ് ഒക്യുപ്പൈഡ് വിത്ത് ടു പ്രൊവൈഡ് റൗണ്ട് ദ ക്ലോക്ക് സർവീസസ്. എന്താ റൗണ്ട് ദ ക്ലോക്ക് സർവീസസ്? 24 മണിക്കൂറും സേവനം നൽകുന്ന ആശുപത്രിയായിരിക്കണം. പിന്നെയോ എന്തിന് സേവനം നൽകുന്ന? സർവീസസ് ഫോർ എമർജൻസി ഒബ്സ്റ്റെട്രിക് ആൻഡ് ന്യൂബോൺ കെയർ. ഒബ്സ്റ്റെട്രിക് ആൻഡ് ന്യൂബോൺ കെയറുമായി ബന്ധപ്പെട്ട് 24 മണിക്കൂർ സേവനം നൽകുന്ന ആശുപത്രിയാണെങ്കിൽ അതിനെ ഫസ്റ്റ് റെഫറൽ യൂണിറ്റ് ആയിട്ട് നമുക്ക് പ്രഖ്യാപിക്കുവാൻ സാധിക്കും. മറ്റെല്ലാ എമർജൻസി കേസുകളുള്ള ആശുപത്രിയും, എമർജൻസി സിറ്റുവേഷൻ ഫേസ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉള്ള ആശുപത്രിയാണെങ്കിൽ പോലും ഒബ്സ്റ്റെട്രിക് ആൻഡ് ന്യൂബോൺ കെയറിനുള്ള 24 hour സപ്പോർട്ടുള്ള ആശുപത്രിയാണെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള ആശുപത്രികളെ ഫസ്റ്റ് റെഫറൽ യൂണിറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുള്ളൂ? പ്രഖ്യാപിക്കുകയുള്ളൂ. Community health centers that provide additional specialized services are called as first referral units. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സ് അത് അഡീഷണൽ ആയിട്ടുള്ള സ്പെഷ്യൽ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുവെങ്കിൽ അതിനെ ഫസ്റ്റ് റെഫറൽ യൂണിറ്റ്സ് ആയിട്ട് നമുക്ക് പറയുവാൻ സാധിക്കും. സെർവ് ആസ് ദി ഫസ്റ്റ് പോയിന്റ് ഓഫ് റെഫറൽ ഫോർ പേഷ്യൻസ് ഫ്രം പബ്ലിക് ഹെൽത്ത് സെൻറ്റേഴ്സ്. പബ്ലിക് ഹെൽത്ത് സെൻറ്റേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ പ്രൈമറി ഹെൽത്ത് സെൻറ്ററുകളിൽ നിന്നുള്ള ആദ്യത്തെ ഫസ്റ്റ് പോയിന്റ് ഓഫ് റെഫറലാണ് ഇത് CHC എന്ന് പറയുന്നത്. അതായത് പബ്ലിക് ഹെൽത്ത് കെയർ സെൻറ്ററിൽ നിന്നും ഡയഗ്നോസ് ചെയ്തു ഒരു അസുഖത്തെ,
അതിനെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എവിടെ നിന്ന്? പബ്ലിക് ഹെൽത്ത് കെയർ സെൻറ്ററിൽ നിന്ന്, പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ നിന്ന്. സോ എന്ത് ചെയ്യും? പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ നിന്ന് ആദ്യം ഫസ്റ്റ് റെഫറൽ ചെയ്യുന്ന പോയിൻ്റ് ഏതാണ്? CHC ആണ്. പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ നിന്നും ആദ്യം റെഫർ ചെയ്യുന്ന ആശുപത്രി ഏതാണ്? CHC ആണ്. അതുകൊണ്ടാണെന്ന് വിളിക്കുന്നത് ഫസ്റ്റ് റെഫറൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. CHC ഈസ് കോൾഡ് ആസ് ഫസ്റ്റ് റെഫറൽ യൂണിറ്റ്സ്. ഓക്കെ. സോ പബ്ലിക് ഹെൽത്ത് കെയർ സെൻറ്ററിൽ നിന്നുള്ള, പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ നിന്നുള്ള പേഷ്യൻറ്റിനെ ഫസ്റ്റ് റെഫറൽ പോയിൻ്റ് ആയിട്ട് എവിടെയാണ് വെക്കുന്നത്? CHC ആണ് വെക്കുന്നത്. അതുകൊണ്ടാണ്. പ്രൊവൈഡ്സ് എമർജൻസി ഒബ്സ്റ്റട്രിക് കെയർ. അവിടുന്ന് എന്ത് ചെയ്യുന്നു? ഒബ്സ്റ്റട്രിക് കെയർ കൊടുക്കുന്നുണ്ട്, എമർജൻസി ഒബ്സ്റ്റട്രിക് കെയർ കൊടുക്കുന്നുണ്ട്, ന്യൂ ബോൺ കെയർ കൊടുക്കുന്നുണ്ട്, മറ്റ് സ്പെഷ്യലൈസ്ഡ് സർവീസുകളും കൊടുക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇതിനെ ഫസ്റ്റ് റെഫറൽ യൂണിറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് എയിംസ് ടു റെഡ്യൂസ് മെറ്റേണൽ ആൻഡ് ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്സ്. അല്ലേ? അതുപോലെ ഇവിടെ എന്താണ് പറയുന്നത്? ഗർഭിണികളുടെ, ഗർഭസ്ഥയായ സ്ത്രീയുടെ മരണമോ അല്ലെങ്കിൽ കുട്ടികളുടെ മരണമോ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണെന്ത് ഇത് ലക്ഷ്യം വെക്കുന്നത്. ഫസ്റ്റ് റെഫറൽ യൂണിറ്റുകളിൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ്? പ്രധാനമായിട്ടും ഗർഭസ്ഥയായ ഒരു സ്ത്രീയുടെ, അതുപോലെ ജനിച്ച ഒരു കുട്ടിയുടെ, അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള 24 മണിക്കൂർ സേവനം നൽകുന്ന ആശുപത്രികളായിരിക്കണം. ഗർഭസ്ഥയായ ഒരു സ്ത്രീ, ഗർഭിണിയുടെ, അതുപോലെ പ്രസവിച്ച ശേഷമുള്ള കുട്ടിയുടെ, ന്യൂ ബോൺ ബേബിയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള 24 മണിക്കൂർ സേവനമുള്ള ആശുപത്രികളെ ഫസ്റ്റ് റെഫറൽ യൂണിറ്റുകൾ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അതിലൂടെ ഒരു ഗർഭിണിയുടെയും ഒരു പ്രസവിച്ച ഒരു കുഞ്ഞിൻ്റെയും ആരോഗ്യത്തെ സംരക്ഷിക്കുക, അതുപോലെ ഇത്തരത്തിൽ പ്രസവിച്ച സ്ത്രീയുടെയും മെറ്റേണൽ ആയിട്ടുള്ള സ്ത്രീയുടെയും അതുപോലെ കുട്ടിയുടെയും ശൈശവ മരണനിരക്ക് കുറയ്ക്കുക, ഗർഭസ്ഥയായ സ്ത്രീകളുടെ മരണനിരക്ക് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള ഒബ്സ്റ്റട്രിക് കെയറും അതുപോലെ ന്യൂ ബേബി കെയറുമുള്ള ആശുപത്രികളെ ഫസ്റ്റ് റെഫറൽ യൂണിറ്റുകളാക്കി മാറ്റുന്നത്. CHCകൾ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകൾ എന്താണ്? അത്തരത്തിൽ ഫസ്റ്റ് റെഫറൽ യൂണിറ്റുകളാണ്. അവിടെ ന്യൂ ബോൺ കെയറും ഒബ്സ്റ്റട്രിക് കെയർ സംവിധാനങ്ങളും 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട്. ഒരു CHC ഒരു ഫസ്റ്റ് റെഫറൽ യൂണിറ്റ് ആവണമെങ്കിൽ അവിടെ സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ? ഒന്ന്, എ മിനിമം ഓഫ് 4 ബെഡ്സ്. ഏറ്റവും ചുരുങ്ങിയത് എത്ര ബെഡ് ഉണ്ടാവണം? ഏറ്റവും ചുരുങ്ങിയത് 4 ബെഡ് ഉണ്ടാവണം. പിന്നെയോ ബേസിക് ലബോറട്ടറി സർവീസസ്, അടിസ്ഥാനപരമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ലബോറട്ടറി സേവനങ്ങൾ ആവശ്യമാണ്. ലബോറട്ടറി സംവിധാനം CHCകളിൽ വേണം. അവിടെ അടിസ്ഥാനപരമായ ലബോറട്ടറി ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ആവശ്യമാണ്. പിന്നെയോ ഒരു ഓപ്പറേഷൻ തിയേറ്റർ എന്ത് ചെയ്യണം? അവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ ഫാർമസി സർവീസുകൾ, മരുന്നുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫാർമസി സേവനങ്ങൾ എന്ത് ചെയ്യണം? ഉണ്ടായിരിക്കണം. അതുപോലെ ബ്ലഡ് സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. അല്ലേ? ബ്ലഡ് ബാങ്ക് പോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം. റേഡിയോളജി സർവീസസ്, എക്സ്റേ പോലെയുള്ള സർവീസുകൾ ഉണ്ടായിരിക്കണം. അതുപോലെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ്, അല്ലെ, വിദഗ്ധരായിട്ടുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് എന്ത് ചെയ്യണം? ഉണ്ടായിരിക്കണം. അതായത് ഒബ്സ്റ്റട്രീഷ്യൻ ഉണ്ടാവണം, പീഡിയാട്രീഷ്യൻ ഉണ്ടാവണം, സർജൻ ഉണ്ടാവണം, ഫിസിഷ്യൻ ഉണ്ടാവണം. അതുപോലെയുള്ള സൗകര്യങ്ങൾ, ലേബർ റൂം, ലബോറട്ടറി ഫെസിലിറ്റീസ്, ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ, 30 ബെഡ്സ് വിത്ത് ഓപ്പറേഷൻ തിയേറ്ററോട് കൂടിയിട്ടുള്ള 30 ബെഡ് സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഗൈനക്കോളജിസ്റ്റ് ഓർ ഒബ്സ്റ്റട്രീഷ്യൻ, അല്ലെ, ഗൈനക്കോളജിസ്റ്റിനെ വിളിക്കാൻ മറ്റൊരു പേര്, അവരൊക്കെ എന്ത് ചെയ്തിരിക്കണം? ഉണ്ടായിരിക്കണം. ഫുൾ സ്റ്റാഫ് എക്യുപ്പൈഡ് ആയിരിക്കണം. FRUR, അതായത് ഫസ്റ്റ് റെഫറൽ യൂണിറ്റ്സ് ആർ ക്രൂഷ്യൽ ഇൻ പ്രൊവൈഡിങ് ടൈംലി ആൻഡ് അപ്രോപ്രിയേറ്റ് കെയർ, എസ്പെഷ്യലി ഇൻ എമർജൻസി സിറ്റുവേഷൻ. കൃത്യസമയത്ത് അനുയോജ്യമായിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് നൽകുന്നതിന് ഫസ്റ്റ് റെഫറൽ യൂണിറ്റുകൾ വളരെ ആവശ്യമാണ്. എസ്പെഷ്യലി ഇൻ എമർജൻസി സിറ്റുവേഷൻ, അടിയന്തര സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് ഫസ്റ്റ് റെഫറൽ യൂണിറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ്. നോട്ട് ഓൾ CHCs ആർ FRU. എല്ലാ CHCകളും, എല്ലാ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകളും എന്തല്ല? ഫസ്റ്റ് റെഫറൽ യൂണിറ്റുകളല്ല. എന്തുകൊണ്ടാണ്? ദാറ്റ് മീൻസ് ഓൺലി CHCs ദാറ്റ് മീറ്റ് സ്പെസിഫിക് ക്രൈറ്റീരിയ, ആ നിശ്ചിതമായ ക്രൈറ്റീരിയകൾ, മാനദണ്ഡങ്ങൾ പാലിക്കുന്ന കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഫസ്റ്റ് റെഫറൽ യൂണിറ്റുകളായിട്ട്
രൂപാന്തരപ്പെടുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥാനം നൽകുന്നത്. സോ എല്ലാ CHCകളും എല്ലാ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകളും എന്തല്ല, ഫസ്റ്റ് റെഫറൽ യൂണിറ്റുകളല്ല. കാരണം അവിടെ മുകളിൽ പറഞ്ഞതായ ഫെസിലിറ്റീസ് എല്ലാം ഉണ്ടാവില്ല. ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടാവില്ല, ലേബർ റൂം ഉണ്ടാവില്ല, അതുപോലെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ലാബ് ഫെസിലിറ്റി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അതിനെ ഫസ്റ്റ് റെഫറൽ യൂണിറ്റുകളായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യപ്പെടാത്തത്. സോ ഇത്തരത്തിൽ സൗകര്യങ്ങളുള്ള ഫെസിലിറ്റീസ് ഉള്ള ആശുപത്രികൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഫസ്റ്റ് റെഫറൽ യൂണിറ്റുകളായിട്ട് എന്ത് ചെയ്യുന്നു, ഡെസിഗ്നേറ്റ് ചെയ്യപ്പെടുന്നു. സോ PHCകളിൽ നിന്ന് പേഷ്യൻസ് ഡയറക്റ്റ് ഇവിടേക്ക് വരുന്നു, CHCകളിലേക്ക് റെഫർ ചെയ്യപ്പെടുന്നു. അതുകൊണ്ടാണ് ഫസ്റ്റ് റെഫറൽ പോയിൻ്റായിട്ട് ഇതിനെ പറയുന്നത്.